നിലവിലുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതൊരാവശ്യത്തിനും സന്തോഷത്തോടെ ഈ കോർപ്പറേഷനിലേക്ക് കടന്നു വന്ന് ചിരിച്ച മുഖത്തോടെ പുഞ്ചിരിച്ച മുഖത്തോടെ തിരിച്ച് മടങ്ങിപ്പോകാൻ പറ്റുന്നൊരു തരത്തിലേക്ക് ഭരണ സംവിധാനം മാറ്റണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിച്ച മാതൃകകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ആ വിജയിച്ച മാതൃകകൾ ആ വിജയിപ്പിച്ച ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക. അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായ ശ്രീ വി രാജേഷാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒരു നിയോഗത്തെ ആദ്യമായി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സന്തോഷകരമായിട്ടാണ്. അതായത് ഒരു വലിയൊരു ജനവിഭാഗം ജീവിക്കുന്ന സ്നേഹിക്കുന്ന ഒരു തിരുവനന്തപുരം എന്ന സിറ്റി കോർപ്പറേഷനിൽ പരമാവധി ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആ ടീമിൻ്റെ ലീഡർഷിപ്പിൽ ഒരാളായി നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ടി BJPയും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നഗരസഭ പരിധിക്കുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ജനങ്ങൾ പ്രധാനമായും നോക്കിക്കാണുന്നത്? പ്രധാന ചോദ്യം, അതിനുള്ള ഉത്തരം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിൽ, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ കോർപ്പറേഷൻ ഇടപെടാൻ സാധിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ സാധിക്കും, ഗതാഗത രംഗത്ത് ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകളൊക്കെ വന്ന സാഹചര്യത്തിൽ അതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്, കലാ സാംസ്കാരിക കായിക മേഖലകളിൽ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ നികുതി അടയ്ക്കുന്നതിൽ, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ, ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൽ, ഇതിലൊക്കെ തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ, ഇതിലൊക്കെ തന്നെ കോർപ്പറേഷൻ ഇടപെട്ട് നിലവിലുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളും ഭരണ സംവിധാനവും തമ്മിൽ വളരെ സുതാര്യമായ ഒരു ബന്ധം, ഏതൊരാവശ്യത്തിനും സന്തോഷത്തോടെ ഈ കോർപ്പറേഷനിലേക്ക് കടന്നു വന്ന് ചിരിച്ച മുഖത്തോടെ പുഞ്ചിരിച്ച മുഖത്തോടെ തിരിച്ച് മടങ്ങിപ്പോകാൻ പറ്റുന്നൊരു തരത്തിലേക്ക് ഭരണ സംവിധാനം മാറ്റണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭരണ സംവിധാനത്തിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിൽ. ഇപ്പോൾ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായതുകൊണ്ട് തന്നെ പരമാവധി സമയം ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന സിസ്റ്റത്തിൽ ഇന്ന മാറ്റം ഉണ്ടാകണം, ജനങ്ങൾ വരുമ്പോഴേക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റത്തിൽ ഇന്ന വ്യത്യാസം ഉണ്ടാകണം, ഭരണ നേതാക്കന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മേയർ, ഡെപ്യൂട്ടി മേയർ, അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകണം എന്നൊക്കെ ഉള്ള. ഇപ്പോൾ ഞാൻ തന്നെ 24 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ മേയറായി ചുമതലയേറ്റിട്ട്. പക്ഷേ മേയർ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഉൾപ്പെടെ ജനങ്ങൾ പറയുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ നിന്നും ഏതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ, ഇപ്പം പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഭരണ സംവിധാനത്തിൽ ചിലപ്പോൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വരില്ല, പരിമിതികളുണ്ടാകും. പക്ഷേ ഏതൊക്കെ സ്വീകരിക്കാൻ സാധിക്കുമോ അതൊരു കളക്റ്റീവ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ട് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മുൻ മേയർ അധികാരമേറ്റത് മുതൽ നിരവധി ആരോപണ വിധേയരാണ്. നിരവധി അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നതാണ്. ഇതിന് പിന്നാലെ മാധ്യമങ്ങളിലെല്ലാം തന്നെ പുറത്ത് വരുന്നത്, അതായത് BJP അധികാരത്തിലേറി തിരുവനന്തപുരം നഗരസഭയിൽ, അതുകൊണ്ട് തന്നെ ആ മുൻപ് നടത്തിയ അഴിമതിയെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അത് സത്യമാണോ? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതായത് ഞങ്ങളിപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ മാനസികാവസ്ഥയിലൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല BJP. എന്നാൽ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. മറ്റൊന്ന്, ഗവൺമെൻറ് വിവിധ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പണം അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഗവൺമെൻറ് മാർഗ്ഗരേഖകൾ അനുസരിച്ചല്ല ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭരണസമിതിക്ക് പരിശോധിക്കേണ്ടി വരും. അതുകൂടാതെ ഈ നഗരസഭയ്ക്ക് ഉള്ളിൽ തന്നെ നിരവധി പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണുമോ സത്യത്തിൽ? അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം വ്യക്തിപരമായുണ്ട്. കാരണം ഞാൻ ഒരുപാട് വർഷമായി വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ചിലവാകുന്ന തുക നന്നായിട്ട് ബോധ്യമുണ്ട്. ചിലപ്പോൾ ഒരു ടയർ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കും ആ വാഹനം ഒതുക്കിയിട്ടിരിക്കുന്നത്. ആ ഒരു ടയർ വാങ്ങാത്തത് കൊണ്ട് ആ വാഹനം 6 മാസം 1 വർഷം ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വില കൊടുപ്പോൾ ആ വാഹനം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. കോർപ്പറേഷൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഓഫീസിൻ്റെ സറൗണ്ടിങ്സിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് അതിനെയൊക്കെ തന്നെ ഏതു തരത്തിൽ കോർപ്പറേഷൻ്റെ പണം നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇതുവരെ സംഭവിച്ചു, ഇനിയെങ്കിലും എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും.
ഏറെ ചർച്ചകൾക്കൊടുവിലാണ് തിരുവനന്തപുരം മേയറെ പ്രഖ്യാപിച്ചത്. അതിൽ ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത പുറത്ത് വരുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ജില്ലാ പ്രസിഡന്റിനോട് മേയർ ആരായിരിക്കണം, അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ഒരു അഭിപ്രായം പറഞ്ഞതിലപ്പുറം ഒരു ചർച്ചകളിലും ഞാൻ പങ്കാളിയായിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ ഞാൻ പങ്കാളിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനും സാധിക്കില്ല. ശ്രീലേഖ വിഷയം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചോളൂ. എൻ്റെ ഞങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെ മുന്നിലോ ശ്രീലേഖ ചേച്ചിയുടെ മുമ്പിലോ അങ്ങനെ ഒരു വിഷയമില്ല. ഓക്കെ, ഇന്നലെ മുഖ്യമന്ത്രി അടക്കം അനുമോദനം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റേതെങ്കിലും നേതാക്കളോ കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് സെക്രട്ടറിയോട് ഇങ്ങനെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതാണ്, വിജയസാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് CM-നോടൊപ്പം ഉണ്ടായിരുന്നില്ല. CM-നെ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ CM എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴേക്കും തൊട്ട് മുമ്പിലുണ്ടായിരുന്ന മാധ്യമങ്ങളൊക്കെ കൂടെ തന്നെ CM രാജേഷിനെ വിളിച്ചു എന്നുള്ള വാർത്ത കൊടുത്തു. ഞാൻ അങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വിളിക്കുകയായിരുന്നു. അത് കൺഫ്യൂഷൻ്റെ ആവശ്യം. ഓക്കെ, ഞാൻ ചോദിച്ചത് മറ്റ് നേതാക്കൾ ആരെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അനുരാഗ് ഠാക്കൂർജി, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം എന്നോടൊപ്പം യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചു. BJPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്ജി വിളിച്ചു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ, വളരെ വ്യക്തിബന്ധം ഞങ്ങൾക്ക് ആസ്വദിക്കുന്ന ആളാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. മറ്റ് പല കേന്ദ്ര നേതാക്കന്മാർ, ജോർജ് കുര്യൻജി വിളിച്ചിരുന്നു. അങ്ങനെ പല കേന്ദ്ര നേതാക്കന്മാരും മറ്റു പാർട്ടിയിലെ നിരവധി സൗഹൃദമുള്ള നിരവധി നേതാക്കന്മാർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി ശ്രീ V ശിവൻകുട്ടി, അദ്ദേഹത്തെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. GR അനിൽ മന്ത്രി, അദ്ദേഹം വിളിച്ചിരുന്നു. അങ്ങനെ നിരവധി നേതാക്കന്മാരുമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയുള്ളവർ, അവരൊക്കെ സ്വാഭാവികമായിട്ടും അവരൊക്കെ മറ്റുള്ള ചുമതലയിൽ വരുമ്പോഴേ ഞങ്ങളൊക്കെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അതൊക്കെ ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ നല്ലൊരു സിസ്റ്റമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധി പ്രതിസന്ധികൾ നഗരസഭ നേരിടുന്നുണ്ട്. മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം, ഇതിനെല്ലാം തന്നെ എങ്ങനെയാണ് പരിഹാരം കാണുവാൻ ഉദ്ദേശിക്കുന്നത്? പ്രതിസന്ധി നേരിടാത്ത ഏതൊരു വ്യക്തിയായി പ്രപഞ്ചത്തിലുള്ളത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രതിസന്ധി നേരിടുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, നമ്മുടെ രാജ്യം പലപ്പോഴും പ്രതിസന്ധി നേരിട്ടിട്ടില്ലേ? സംസ്ഥാനം പ്രതിസന്ധി നേരിടും. പൊതുപ്രവർത്തകരുടെ മുമ്പിൽ പ്രതിസന്ധി എപ്പോഴും ഒരു അവസരമാക്കി മാറ്റണമെന്നാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാം പരിഹാരം BJP കാണും. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണല്ലോ ജനങ്ങൾ ഞങ്ങളെ ഈ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്തും. അതിന് വ്യക്തമായ പ്ലാനുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, വിജയിച്ച മാതൃകകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിച്ച മാതൃകകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ആ വിജയിച്ച മാതൃകകൾ വിജയിപ്പിച്ച ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക. അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും. ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയണം താങ്കൾ. മോദി വരുമോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അതിനൊരു ഉറപ്പ്? അല്ല, എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മോദി വരുമോ നിരവധി തവണ, എത്രയോ, ഞാൻ എൻ്റെ കണക്കിലാണെങ്കിൽ വർഷങ്ങൾ പരിശോധിച്ച് 100 കണക്കിന് തവണ കേരളത്തിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് നരേന്ദ്ര. പാർട്ടി പ്രവർത്തകനായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹം കേരളത്തിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ അക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കയും വേണ്ട. ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളുമായി മുന്നോട്ട് പോവുക. എല്ലാ സഹായവും. ഇപ്പോൾ മറുനാടൻ മലയാളി കഴിഞ്ഞ 5 വർഷവും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അമൽ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ രാത്രിയും പകലുമൊക്കെ തന്നെ കഷ്ടപ്പെട്ട് അഴിമതിക്കെതിരായി ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്നു, ജനങ്ങളോടൊപ്പമായിരുന്നു. ആരോഗ്യകരമായ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, വാർത്തകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്ന ക്രിയാത്മകമായ കാര്യങ്ങളിൽ, ജനകീയമായ വിഷയങ്ങളിലൊക്കെ തന്നെ മറുനാടൻ മലയാളിയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ തേടുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഉത്തമവിശ്വാസമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളെ തിരുത്തുവാനും ആരോഗ്യകരമായി ഞങ്ങളെ വിമർശിക്കുവാനും നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ, അതിനെയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഏറെ ആരോഗ്യകരമായ ജനാധിപത്യ രീതിയിൽ വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് VV രാജേഷ് എന്ന് അദ്ദേഹം ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ്. അത് പ്രവൃത്തിയിലൂടെയും സാധ്യമാകട്ടെ എന്ന് മറുനാടനും ആശംസിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.